welcome to another episode of Comedy Masters. കോമഡി മാസ്റ്റേഴ്സ് ഇവിടെ ആരംഭിക്കുമ്പോൾ വളരെയധികം മധുരം നിറഞ്ഞൊരു എപ്പിസോഡാണ് ഇന്ന് ഇവിടെ നമ്മൾ തുടക്കം വിടുന്നത്. ഇന്ന് ഇത് കഴിച്ച് ചിരിച്ചു അയ്യോ എനിക്ക് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഒരു തമാശയാണ്. ഷൂട്ടിങ്ങിന് നമ്മൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഇന്ന് ഏത് സ്വീറ്റ് നമ്മൾ ഓർഡർ ചെയ്യും എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ബട്ടർ ബൺ. എത്ര ഡയറ്റ് നമ്മൾ പിടിച്ചാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ബട്ടർ ബൺ നമ്മൾ കഴിക്കാന്നുള്ളൊരു ശീലമാണ്. ഒന്നെല്ലാം തുടങ്ങുന്നുണ്ട്. ഇന്ന് നമുക്ക് ഒരു ലോഡ് മധുരങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഡയറ്റ് ഫുഡ് ആണോ? ഞാനേ ഇന്ന് രാവിലെ ഷുഗർ കട്ട് തുടങ്ങിയതേ ഉള്ളൂ. വൈകുന്നേരം കുഴപ്പമില്ല, നിനക്ക് ആ ഷുഗറിനെ മാറ്റി വെച്ചിട്ട് ഇത് നന്നായിട്ട് കട്ട് തിന്നാം, ഒരു പ്രശ്നമില്ല. ഇത് ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത് സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം മലബാറിൽ നിന്നും ചേച്ചിമാരാണ്. ഹായ്, ഹലോ. ഈ ചേച്ചിമാരെന്ന് പറയുന്നത് അസാധ്യ ഷെഫുമാരെന്നും അല്ല പറയുന്നത്, ബേക്കേഴ്സ്. അതില് ബേക്കറി നടത്തുന്നവരുണ്ട്, സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ ഉള്ളവരുണ്ട്, ഹോം ബേക്കേഴ്സ് ഉണ്ട്, അല്ലെ? നിങ്ങൾ എല്ലാവരും മിക്സ് ചെയ്താണ് ഐറ്റംസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോ 2-3 പേരുകൾ കാണുന്നുണ്ടെങ്കിലും പാത്തൂസ് എന്നാണോ ഒരെണ്ണം? ആരാണ് പാത്തൂസ്? ഹായ്, പാത്തൂസ് ആരാ? മകളായിരിക്കും അതോ ചേച്ചിയുടെ പേര് തന്നെയാണോ? മകളുടെ പേരാണ് പാത്തൂസ്. ലീം ആരാണ്? ലീം. ഓ, ഓൾറെഡി വേറിങ് ബേക്കേഴ്സിന്റെ ആ ഒരു യൂണിഫോമിലാണ് അല്ലേ? ഷെഫ് ഡ്രസ്. ഷെഫാണ്. നിഷിൻ എന്നാണ് പേര്. നിഷിൻ, സൂപ്പർ. ഈ മൈക്ക് പിടിച്ചിരിക്കുന്ന പിങ്കിയുടെ പേരെന്താണ്? എന്റെ പേര് ഹസ്ബിയ. ഹസ്ബിയയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? സ്പോർട്സ് ഷോപ്പ് നടത്താണ്. സ്പോർട്സ്. ഹസ്ബൻഡ് സ്പോർട്സ്, വൈഫ് ബേക്കറി. ഇവിടുന്ന് ഷുഗർ കഴിക്കുക, വൈകുന്നേരം പോയി റൺ ചെയ്യാ. അതാണ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ആര് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്? ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് മധുരം എല്ലാം കൂടെ തരുകയും ചെയ്യും. ശരിക്കും അത് കുഴപ്പമില്ലല്ലോ, മധുരം കഴിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ശരി, അപ്പൊ ചേച്ചി എന്താണ് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? ഡ്രീം കേക്ക് ഉണ്ട്. ഡ്രീം കേക്ക്, അതില് ബട്ടർ കേക്ക് ഉണ്ട്, മൈസൂർ പാക്ക് ഉണ്ട്, ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ഉണ്ട്, ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. നിങ്ങൾ എല്ലാരും ഫ്രണ്ട്സ് ആണോ? അറിയാം, കുറച്ചു പേർക്കൊക്കെ അറിയാം. കുറച്ച് പേർക്ക് നമ്മള് ഹോം ബേക്കേഴ്സ് ഒരു ഗ്രൂപ്പ് ഉണ്ട്. മൊത്തത്തില് നമ്മള് നല്ല ഹെൽപ്പാണ് അങ്ങോട്ട് പരസ്പരം. അപ്പൊ നമ്മൾക്ക് എടുക്കാൻ പറ്റാത്ത ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കും. സപ്പോർട്ട്. ചേച്ചിക്ക് ഈ ക്രിസ്മസിന് മധുരം കൊടുക്കാനായിട്ട് വന്നതാണ്. ഷുഗർ വന്ന് വീഴരുത്. പുഷപ്പ് ചെയ്യണോ അതിന് മുമ്പ്? അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. വേണ്ട, അതിന് മുമ്പ് ഒന്ന് ചെയ്താ. അല്ല ചേച്ചി ഒരു 10 പുഷപ്പ് ചെയ്ത് 2 ലഡു കൂടുതൽ ഇല്ല. ഇല്ല അതൊന്നും വേണ്ടി വരില്ല. മധുരം വേണ്ട ചേച്ചിക്ക്. 2 ലഡുവിന് വേണ്ടി ചേച്ചി. താങ്ക് യു. അപ്പോ താങ്ക് യു സോ മച്ച് ലീം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആൻഡ് ഹോം ബേക്കേഴ്സ്, ഐ മീൻ ബേക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്. ഐ തിങ്ക് ഇപ്പോഴത്തെ സ്പെഷ്യലി കുട്ടികൾക്ക് ഹോം ബേക്കേഴ്സ് വാങ്ങി കഴിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് തിങ്. അപ്പൊ അതൊരെണ്ണം കിട്ടി. പിന്നെ ഇതൊക്കെ ചോക്ലേറ്റിന്റെ ഓരോ കൊടുത്തു. മറ്റേത് എന്റെ മോനുള്ളതാണ്. എന്താണ്? ബുക്ക് ചെയ്തോട്ടാ ചോക്ലേറ്റ് കേക്ക്. വാവ്, ഈ പാക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയും മാത്രം കഴിച്ചാൽ മതി. ടെൻഡർ കോക്കനട്ട്. സിഗ്നേച്ചർ, പാത്തൂസിന്റെ സിഗ്നേച്ചർ കേക്ക്സ്. താങ്ക് യു. ഓ, കേക്ക്. ഓ, ഇതല്ലേ ചീസ് കേക്ക്? ചീസ് കേക്ക് അല്ല, ഗീ കേക്ക്. മൈസൂർ പാക്കാണോ? ഗീ പാക്ക് ആരുണ്ടാക്കിയതാ? ഇത്തുണ്ടാക്കിയതാണോ ചേച്ചി? ഇത്തുണ്ടാക്കിയ സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഗീ പാക്ക്. എല്ലാം നല്ലതാണ്. ഇത് കഴിക്കാം. സോ ഈ സാധനം എന്റെ വീക്ക്നെസ്. ടു എവരിബഡി. ഞങ്ങള് കുറച്ച് ആൾക്കാര് എല്ലാം എത്തിക്കുന്നതായിരിക്കും. കൊള്ളാം. അപ്പം മധുരത്തോടെ നമ്മൾ അങ്ങ് തുടങ്ങിയിരിക്കണു. തുടങ്ങ, അതൊന്നും പറയാനില്ല. മധുരം അങ്ങ് അലിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഷോ ജനങ്ങളിലേക്ക് അങ്ങ് അലിഞ്ഞിരിക്കുകയാണ്. ചേച്ചിയെ നമുക്ക് വൈൻഡപ്പ് വരെ വേണം. മത്ത് പിടിച്ചെങ്ങാൻ ഈ വഴി പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറഞ്ഞ പ്ലം കേക്ക് ആണ്. പ്ലം കേക്ക് എന്തായാലും ദിസ് ഇസ് പ്ലം കേക്ക്. ഇത് 1 വർഷം മുമ്പേ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഒരു പ്ലം കേക്ക് ആണ്. മെരി ക്രിസ്മസ് അല്ലേ. ഓ മൈ ഗോഡ്, ദിസ് സോ റിച്ച്. അത്ര മധുരമില്ല കേട്ടോ. വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും മധുരമൊക്കെ ഞങ്ങളുടെ വായിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ സ്നേഹവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ച് നമുക്ക് നമ്മുടെ ഷോയിലേക്ക് അലിയണ്ടേ? അപ്പൊ ഒരു മിനിറ്റ് ഒന്ന് ചോദിക്കട്ടെ, റെഡിയാണോ?
റെഡി ആണോ? ആ. റെഡി അല്ലേ? അതെ. വാ, നമുക്ക് ചിരിക്കാം. അത്രേ ഉള്ളൂ. വാ, ആദ്യം കിച്ചണിൽ കാണാം. ഇത്തമാരെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ വെൽക്കം ടു കോമഡി മാസ്റ്റർ.